Jesus. Hallelujah, 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 hallelujah. സർവശക്തനും നിത്യനും നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ സന്ധിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. सर्वशक्तिमान हमारे स्वर्गीय पिता परमेश्वर, ये अच्छे समय के लिए आपको धन्यवाद करते हैं. കർത്താവേ, വീണ്ടും തിരുസന്നിധിയിലിരുന്ന് വചനം വായിപ്പാൻ പഠിപ്പാൻ കഴിയും ദൈവമായ കർത്താവ് ഞങ്ങളെ വീണ്ടും കൂട്ടിവരുത്തിയതിനാൽ നന്ദിയോടെ സ്തോത്രം. परमेश्वर, एक बार और आपके वचन से सीखने के लिए मैं इकट्ठा किए इसलिए हम आपको धन्यवाद करते हैं. പകൽക്കാലം ഞങ്ങളായിരുന്ന ഇടങ്ങളിലെല്ലാം ദൈവസാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. दिन के समय में हम जहाँ देव प्रभु आपने हमें संभाला, इसलिए हम आपको രാത്രിയിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആഴമായി ചിന്തിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാണ്. पवित्र आत्मा के बारे में सीखने के लिए हमें मदद करिए प्रभु. കേൾക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. सुनने वालों को आशीष करिए. ഞങ്ങളെ കർത്താവ് ഈശ്വരമല്ല പഠിപ്പാൻ കൃപ തരണമേ. सीखने के लिए कृपा करिए. ആത്മാവിൽ കർത്താവ് ഇടപെടുമാറാകണമേ. आत्मा में हमसे बात करिए. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण करते हैं. പ്രാർത്ഥനകളാൽ സ്തോത്രം. आपने हमारी प्रार्थनाओं को सुन लिया, इसलिए धन्यवाद. യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से. ആമേൻ. आमीन. ഹല്ലേലൂയ. हालेलुया. പാട്ട് പാടാം. ദൈവത്തെ സ്തുതിക്കായി. Hallelujah. അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, എന്റെ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, എന്റെ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, നദിയന്മേൽ ഇറങ്ങണമേ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, നദിയന്മേൽ ഇറങ്ങണമേ. തീ പോലെ ഇറങ്ങണമേ,
സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ എന്നെ ആത്മാവിൽ നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ എന്നെ ആത്മാവിൽ നിറയ്ക്കണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. स्वर्गीय पिता परमेश्वर, एक बार और हम सबको आपके हाथ में समर्पण करते हैं ഈ പകൽ കർത്താവ് സന്ധ്യവേളയിലും വീണ്ടും തിരുവചനം ധ്യാനിക്കുവാൻ പഠിപ്പാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിനാൽ നന്ദിയോടെ സ്തോത്രം. और शाम के समय भी एक बार और आपके वचन से सीखने के लिए हमें मदद किया, इसलिए हम ഞങ്ങളുടെ धन्यवाद करते പരിശുദ്ധാത്മാവിനെ हैं। കുറിച്ച് ആഴമായി പഠിപ്പാൻ ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കണം. आपके पवित्र आत्मा के बारे में सीखने के लिए हमें मदद करिए। അവിടുത്തെ അത്ഭുതകരം നീട്ടണം. आपके महान हाथ बढ़ाइए, കർത്താവ് പ്രവർത്തിക്കണം. आप काम ഞങ്ങളെ करिए। ശ്രദ്ധിക്കുന്നവരെ കാണുന്നവരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. हमें सुनने वालों को और देखने वालों को आप आशीष करिए। വചനങ്ങളെ ഗ്രഹിപ്പാനുള്ള ഹൃദയങ്ങളെ കർത്താവ് തുറക്കണം. वचन को ग्रहण करने के लिए उनको दिलों को അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്തോത്രം. आपके हाथों में समर्पण करते हैं। आपने हमारी प्रार्थना सुन ली, इसलिए धन्यवाद। യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से ആമേൻ. ഹല്ലേലൂയ. हालेलुया। ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി രാത്രികാലം അനുഗ്രഹിക്കുമാറാകട്ടെ. आज शाम के समय भी परमेश्वर हमें सबको आशीष करने पाए। ഹല്ലേലൂയ. നമ്മളെ കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആഴമായ ചില ചിന്തകൾ പഠിച്ചുകൊണ്ട് വരികയായിരുന്നു. पिछले दिनों में हम पवित्र आत्मा के बारे में कुछ गहराई से सीख रहे थे। പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചും അഭിഷേകം നമ്മളിലേക്ക് വരുമ്പോൾ ദൈവം പകരുന്ന കൃപാവരങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. पवित्र आत्मा के अभिषेक, और जब अभिषेक हमारे ऊपर आएगा तो क्या क्या वरदान हमारे ऊपर आएगा करके हम सीख रहे थे। ആ അഭിഷേകത്തിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ കൃപാവരങ്ങളിലുള്ളതായിരിക്കുന്ന ഓരോ കൃപാവരങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് ആഴമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. वो हर एक वरदानों के बारे में हम सीख रहे थे। ഭാഷകൾ, भाषा, പ്രവചനം, भविष्यवाणी, ജ്ഞാനത്തിൻ്റെ വരം, ज्ञान के वरदान, പരിജ്ഞാനത്തിൻ്റെ വരം, और समझ के ഇങ്ങനെ वरदान। തുടർന്നു പോകുന്നതായ വരങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ये सारे वरदानों के बारे में हम सीख रहे थे। നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ജ്ഞാനത്തിൻ്റെ വരം 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതായ ജ്ഞാനത്തിൻ്റെ വരം എന്ന് പറയുന്നതായ കൃപാവരത്തെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. पहले कुरिन्थी में लिखा हुआ उस समझ के वरदानों के बारे में हम सीख रहे थे। ഒരുവന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ച് അതിൽ നിന്നാണ് ചില ചിന്തകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ശ്രദ്ധിക്കുവാനായിട്ടിടയായി. हम पहला कुरिन्थी उसका 12-8 से कुछ वचन पीछे सीखे थे, क्योंकि एक को आत्मा के द्वारा बुद्धि की बातें दी जाती है और दूसरों को उसी आत्मा के अनुसार ज्ञान की बातें। ജ്ഞാനത്തിൻ്റെ വചനം എന്തിനാണ് തരുന്നത് എന്നുള്ളതായ കാര്യമായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു നിർത്തിയത്. ज्ञान के वचन या ज्ञान की बात हमें किस लिए दी जाती है करके हमने पीछे ഒരു മനുഷ്യനെ അവൻ ചെയ്യുന്നതായ പാപത്തെക്കുറിച്ച് അവൻ അറിവില്ലാതെ ഇരിക്കുമ്പോൾ ഒരു പ്രവാചകനിൽ കൂടെയോ ദീർഘദർശിയിൽ കൂടെയോ ദൈവം ആ പാപം തുറന്നു കാട്ടുന്നതിന് വേണ്ടി ജ്ഞാനത്തിൻ്റെ വചനം നൽകുന്നുവെന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി. हमने ये भी सीखा है कि अगर कोई व्यक्ति ने पाप किया है तो वो पाप उनको समझाने के लिए किसी और व्यक्ति के या भविष्यवक्ता के द्वारा उनके अंदर वो पाप के उस ज्ञान डालने के लिए ये काम आता है करके हमने देखा। അതിൻ്റെ ഉദാഹരണമായിട്ട് നമ്മൾ 2 ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങളും उसको समझने के लिए हमने शमूएल की किताब, पहले शमूएल की किताब उसका 10वां अध्याय से हमने सीखा था। അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ളതായിരിക്കുന്ന 11 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങളുമാണ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുവാൻ നിങ്ങളോട് പറഞ്ഞു. प्रेरितों की किताब के पहले अध्याय से भी हमने कुछ वचन सीखा। ജനങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ജ്ഞാനത്തിൻ്റെ വചനം ഉപകരിക്കുന്നു എന്ന് നമ്മൾ കാണുവാനിടയായി.
लोगों को परमेश्वर के पास ले आने के लिए हम उस ज्ञान की बातें काम आते हैं। യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 47 മുതൽ 50 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങളും 4-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങളും നമ്മൾ അതിന് വേണ്ടിയിട്ട് റെഫറൻസ് ആയിട്ട് എടുത്തിരുന്നു. उसके लिए हमने यूहन्ना रचित समाचार उसका 1 का 47 और 4 का 18 से लेके हमने पढ़ा था. അതുപോലെ തന്നെ മൂന്നാമത്തെ ജ്ഞാനത്തിന് വചനം തരുന്നതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ കാണുവാനിടയായി. വഴികാട്ടലും മാർഗദർശനവും നൽകുവാൻ നമുക്ക് ചില നേരങ്ങളിൽ എന്താണ് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരിൽ കൂടെ അല്ലെങ്കിൽ അഭിഷക്തന്മാരിൽ കൂടെ ദൈവിക ജ്ഞാനത്തിൻ്റെ വാക്കുകൾ തന്ന് ദൈവം നമ്മെ നടത്തുന്നു എന്ന് കാണുവാനിടയായി. कभी कभी जो हमें रास्ता कहाँ कैसे आगे बढ़ना है करके जब समझ नहीं आता तब परमेश्वर हमें उस ज्ञान की बात समझा गया वचन देके हमें चलाते हैं. 9-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ് നമ്മൾ അതിനെ റെഫറൻസ് ആയിട്ട് എടുത്തത്. उसके लिए हमें प्रेरितों की किताब उसका 9 का 12 पढ़ा था. അതുപോലെ തന്നെ നിരാശയുടെ സമയങ്ങളിൽ പ്രോത്സാഹനമാ ശുശ്രൂഷ ചെയ്യുവാൻ്റെ ഗുണമായി ഈ കൃപാവരം പ്രയോജനപ്പെടുന്നു. उसके आगे जो परमेश्वर की सेवकाई करने के लिए भी ये वचन हमें बुद्धि देता है. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 9 മുതൽ 18 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ അതിന്റെ റെഫറൻസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചു. उसके लिए पहले राजा की किताब से भी हमने पढ़ा था. അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ളതായ ഭാവി സംഭവങ്ങളെക്കുറിച്ചുള്ളതായിരിക്കുന്ന അറിവിനെ നമുക്ക് നൽകുവാൻ്റെ ഗുണമായി ഈ വരം ഉപയോഗിക്കുന്നത് നമ്മൾ കാണുവാനിടയായി. उसके बाद हमने सीखा है कि ये जो वचन जो है हमें भविष्य के बारे में पता करने के लिए भी होता है. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 27 മുതൽ 27-28 വാക്യങ്ങൾ അതിനുവേണ്ടി റെഫറൻസായിട്ട് നമ്മൾ എടുക്കുവാനിടയായി. उसके लिए प्रेरितों की किताब उसका 11 का 27 और 28 पढ़ा. അതുപോലെ തന്നെ മറഞ്ഞിരിക്കുന്ന സംഗതി ചില മനുഷ്യരുടെ ജീവിതത്തിൽ അവരുടെ ആന്തരിക മനസ്സിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിന് തടസ്സമായിരിക്കും എന്ന് കാണുവാനിടയായി. ആ തടസ്സമായിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അതിനെ ആണിവരോട് പറിച്ചെറിയുവാൻ തക്കമായി ആ വെളിപ്പാട് തരുവാൻ ജ്ഞാനത്തിൻ്റെ വചനം പ്രയോജനപ്പെടുന്നത് നമ്മൾ കാണുവാനിടയായി. उसके बाद जो हमारे जीवन में छुपी हुई बातें जो है हमारे अनजान में हुआ जो बात जो है समझाने के लिए वो प्रकट करने के लिए वो ये भी प्रकट करता है ज्ञान की बात. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യമാണ് അതിന് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തത്. उसके लिए रेफरेंस है 1 ശമൂവേൽ उसका 10 का 22. ഇന്ന് തുടർന്ന് നമ്മൾ ഈ വരത്തെക്കുറിച്ച് 1-2 കാര്യങ്ങളോട് ചിന്തിച്ചിട്ട് അടുത്ത ഒരു കൃപാവരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. इसके आगे हम सीखने के लिए इस वरदान के आगे हम सीखने के लिए एक वचन और आगे हम सीखे जाएंगे. ഈ വരത്തിന്റെ ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ അതെങ്ങനെയാണത് നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് 1-2 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ये वरदान हमें कैसे मिलेगा और ये वरदान कैसे कार्य करता है करके हम 1-2 बातें उसके लिए सीखेंगे. ഇത് ഒരു പ്രകൃതാതീതമായ വരമാണെന്ന് നമ്മൾ കാണുവാനിടയായി. ये जो वरदान जो है ये पृथ्वी से नहीं होता है. നമ്മുടെ നിഗമനം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വാദപ്രതിവാദം കൊണ്ടോ എന്ന് പറഞ്ഞ ഡിബേറ്റ് കൊണ്ടോ അല്ലെങ്കിൽ സ്വാഭാവിക ഇന്ദ്രിയ ജ്ഞാനം കൊണ്ടോ ഒന്നും ലഭിക്കുന്നതല്ലത്. ये कोई पृथ्वी के ज्ञान नहीं है जैसे हमारी सोच विचार से या हमारे बुद्धि के अनुसार बात करने से उसके हिसाब से नहीं मिलने वाला वरदान नहीं है. എക്സ്പീരിയൻസ് കൊണ്ട് ലഭിക്കുന്നതല്ല അത്. ये हमारे പരിജ്ഞാൻ से ज्ञान से या ज़्यादा समझ से मिलने वाला वरदान नहीं है. പിന്നെ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ അമാനുഷികപരമായിരിക്കുന്ന ഒരു വെളിപ്പാടിനാലാണ് ഈ വരം നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ये वरदान तब कार्य करेगा जब पवित्र आत्मा के अभिषेक हमारे ऊपर आएगा. എല്ലാ കൃപാവരങ്ങളും വിശ്വാസത്താലാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രായോഗികമാക്കി തീർക്കുന്നത്. അത് നിങ്ങൾ മറക്കരുത്. सारे वरदान जो है हम अपने विश्वास के द्वारा उसको उपयोग करते हैं. ആ വിശ്വാസമില്ലെങ്കിൽ വിശ്വാസത്തിൽ കൂടെ നമ്മളത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ വരങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. अगर विश्वास के द्वारा हम उसका उपयोग नहीं करेंगे तो वो सारे वरदान जो व्यर्थ है. ആരെങ്കിലും ഈ ദേശത്തിന്റെ ഉണർവിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. अगर कोई भी इस देश के जो बेदारी के लिए प्रार्थना करते हैं तो उनके लिए एक बात बता के मैं आगे बढ़ना चाहता हूँ. ആ ദേശത്ത് ഒരു ഉണർവ് ഉണ്ടാകണമെന്ന് വരികിൽ ഈ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യത്തക്ക നിലകളിൽ ദൈവമക്കൾ അല്ലെങ്കിൽ സഭ അഭിഷക്തന്മാർ അതിനുവേണ്ടി പൂർണ്ണമായ സമർപ്പണത്തോടുകൂടെ മാറിയല്ലാതെ ഉണർവ് ദേശത്ത് ഉണ്ടാകുകയില്ല. अगर देश की बेदारी के लिए कोई प्रार्थना कर रहे हैं तो उसके लिए पूरी तरह समर्पण करे बिना या कोई भी प्रार्थना करने वाला व्यक्ति हो चाहे वो पासवान हो चाहे वो विश्वासी हो कोई भी हो पूरी तरह जब तक वो समर्पण नहीं करेगा तो उसका बेदारी उस प्रार्थना नहीं सुना जाएगा. കൃപാവരങ്ങൾ ചലിപ്പിക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ചലിപ്പിക്കുന്നുണ്ട്, പക്ഷേ അതൊരു ബിസിനസ് രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിക്ക് തടസ്സമാണ്.
ये वरदान जो आपको मिला हुआ वरदान अगर आप दुरुपयोग कर रहे हैं तो उसके ऊपर पवित्र आत्मा कार्य नहीं करेगा। ദൈവം വിശ്വസ്തനായിരിക്കുന്നത് പോലെ തന്നെ നാം വിശ്വസ്തനാണെന്ന് എണ്ണി ഈ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. पौल भी कहते हैं कि परमेश्वर ने मुझे उसके लिए लायक समझा तभी मुझे वरदान मिला है। ദൈവം വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് നമ്മളെയും നമ്മൾ വിശ്വസ്തരായിരിക്കുമെന്ന് ദൈവം നമ്മളെ എന്താ പറയുന്നത് വിശ്വസിക്കുകയാണ്. परमेश्वर सच्चा है इसलिए हम उनके ऊपर ये विश्वास करते हैं कि परमेश्वर मुझे देने के लिए सच्चा है और वो वरदान मुझे देगा. നമുക്ക് വിശ്വസ്തരായും ഇരിക്കാം അവിശ്വസ്തരായും ഇരിക്കാം. हम उसमें सच्चा बन के भी रह सकते हैं और उसमें हम अपने तरीके से भी चला सकते हैं. ഉടനെ ഒന്നും ദൈവം അതിനെ എന്ത് ചെയ്യുന്നില്ല, ശിക്ഷ വിധിക്കുന്നില്ല. परमेश्वर उसी समय हमें उसके लिए कोई दंड नहीं देता. കൃപാവരങ്ങളെ കുറിച്ച് ദൈവം അനുദപിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യന് കൃപാവരം ദൈവം കൊടുത്താൽ അവൻ വിശ്വസ്തനായിരുന്ന് പ്രവർത്തിച്ചാൽ അവന് നല്ലത്. അവിശ്വസ്തനായി കഴിഞ്ഞാൽ അവന് കൃപാവരം കൊടുത്തതിനെ കുറിച്ച് ദൈവം അനുദപിക്കുന്നില്ല. अगर किसी व्यक्ति को परमेश्वर ने कोई वरदान दिया है और वो व्यक्ति उसका दुरुपयोग कर रहे हैं तो परमेश्वर उसके लिए कोई दंड नहीं देता और परमेश्वर उसके लिए सोचता भी नहीं चलो मैंने उसको वरदान दिया वो दुरुपयोग कर रहे हैं. അതുകൊണ്ട് നമ്മളിലാണ് വിശ്വസ്തത കാണപ്പെടേണ്ടത്. കാരണം ദൈവം നമ്മളെ വിശ്വസ്തരെന്ന് എണ്ണി ദേശത്ത് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി അത് പ്രയോജനപ്പെടുത്തുവാൻ, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അത് ഉപയോഗിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. परमेश्वर हमसे ये इच्छा रखता है कि हमें जो मिला हुआ वरदान जो है लोगों की छुटकारा के लिए, इस दुनिया की बचाव के लिए वो होना चाहिए. അത് വിശ്വസ്തയോടുകൂടെ ഉപയോഗിക്കുന്നില്ലെന്ന് വരികിൽ ദൈവരാജ്യത്തിന് നഷ്ടമാണ് സംഭവിക്കുന്നത്. हम उसको पूरी तरह परमेश्वर के ऊपर भरोसा रखते हुए अपने सच्चाई के साथ उसको निभाना. പക്ഷേ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അത് ചില സമയങ്ങളിൽ ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ പ്രാരംഭത്തിൽ ലാഭം നൽകുന്നുണ്ടായിരിക്കാം. लेकिन वो उस वरदान का उपयोग करने वाले व्यक्ति को जो शुरुआत में शायद कोई उससे लाभ मिलता होगा. സദൃശവാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം പെട്ടെന്ന് തന്നെ ചിന്തയിലേക്ക് കടന്നു വരികയാണ്. ഒരു കാര്യം ശ്രമപ്പെട്ട് നമുക്കത് നേടിയെടുക്കാം, എന്നാൽ അതിൻ്റെ അവസാനമോ ശുഭമായിരിക്കില്ല എന്നാണ് പറയുന്നത്. नीति वचन में हम एक वचन को पढ़ते हैं कि एक बात को हम शुरुआत में तो बहुत जबरदस्ती से पा सकते हैं लेकिन उसका अंत जो है अच्छा नहीं होगा. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിനോട് മല്ലുപിടിക്കുകയും ഒക്കെ ചെയ്ത് ഒരു പക്ഷേ ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ കനിഞ്ഞ് നിങ്ങൾ വിശ്വസ്തരാണെന്ന് വിശ്വസിച്ച് കൃപാവരങ്ങൾ തരുമ്പോൾ, इसका मतलब ये है कि जब आप परमेश्वर के चरण में बैठ के उपवास और प्रार्थना करते हैं तो परमेश्वर आपको कोई वरदान देता है. അത് എന്തിനാണ് തന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണമായ ഒരു വെളിപ്പാട് നമ്മൾ പ്രാപിച്ചിരിക്കണം. उस वरदान परमेश्वर ने आपको किसके लिए दिया है, किस लिए दिया है करके एक सोच, एक विचार आपके अंदर होना चाहिए. അതിന് പകരം അത് ദുരുപയോഗം ചെയ്തു പോവുകയാണെങ്കിൽ, പ്രാരംഭത്തിൽ ആരും അങ്ങനെ ചെയ്യത്തില്ല, പക്ഷേ പതുക്കെ ആ ലഭിച്ച വരത്തെക്കുറിച്ചുള്ള ദർശനം മാറിപ്പോകുമ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടും. जब आप उस वरदान को आप गलत तरीके से उसका उपयोग करेंगे तो പിശാചുക്കൾ നമ്മളെ അതിന് പ്രേരിപ്പിക്കും. शैतान उसको दुरुपयोग करने के लिए हमारे ऊपर जोर डाल देगा. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും അതുണ്ടാവും. ഞാൻ വിവേചനം എന്നുള്ളതായിരിക്കുന്ന കൃപാവരത്തിലേക്ക് വരുമ്പോൾ ആ ദുരാത്മാക്കളുടെ പ്രവൃത്തികളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. जब आपको क्लास लेंगे उस शैतान की परखने का उस समझ के बारे में जब सिखाएंगे, ഏതെല്ലാം രീതിയിലാണ് എത്ര വലിയവരെയും പിശാച് കബളിപ്പിക്കും. जितने भी बड़े जो विश्वास में बड़ी व्यक्ति हो उसको भी शैतान उसको धोखा दे. അതുകൊണ്ട് ലഭിച്ച കൃപാവരങ്ങൾ നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ, നമ്മൾ അറിയാതെ തന്നെ മാറ്റുവാൻ പിശാച് ശ്രമിക്കും. इसलिए हमारे अंदर दिया हुआ वरदान जो गलत तरीके से उपयोग करने के लिए शैतान हमारा उपयोग करेगा. അതുകൊണ്ട് അവൻ്റെ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ സഭ വളരരുത് അല്ലെങ്കിൽ ദൈവരാജ്യം വളരരുത്. എന്നാൽ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തിൻ്റെ രാജ്യം വളരുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആ ദർശനം വിട്ടുപോകും. ദൈവം തന്നിരിക്കുന്ന ആ കാര്യം നമ്മൾ വിട്ടുകളയാനായിട്ട് സാധ്യതയുണ്ട്. शैतान का इच्छा ये है कि परमेश्वर की कलीसिया ना बढ़े, परमेश्वर का राज्य ना बढ़े, इसलिए वो गलत तरीके से उसको उपयोग करेगा. लेकिन जो उपयोग करने वाले सोचेंगे कि हमारे तरफ से मेरा ये करने से, ये वरदान का उपयोग से परमेश्वर का राज्य बढ़ रहा करके बड़े खुश हो रहे. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദിമ നൂറ്റാണ്ടുകളിൽ എങ്ങനെ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ, കർത്താവിൻ്റെ ശിഷ്യന്മാർ ദൈവസഭയ്ക്ക് വേണ്ടി ലഭിച്ച കൃപാവരങ്ങൾ ഉപയോഗിച്ചോ അതുപോലെ വിശ്വസ്തയോടുകൂടെ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ജനം പ്രിപ്പയർ ആകുമ്പോൾ മാത്രമേ ദേശത്ത് ഉണർവ് സംഭവിക്കുകയുള്ളൂ. जैसे पुराने काल में जैसे परमेश्वर ने लोगों के ऊपर अपने आत्मा को भेज के काम कराया था, वैसे ही ऐसा एक झुंड, एक पवित्र झुंड या परमेश्वर के ऊपर पूरा भरोसा रखने वाला, विश्वास रखने वाला, परमेश्वर का वरदान का
सदुपयोग करने वाले लोग खड़े होंगे तभी परमेश्वर का राज्य की बढ़ोतरी होगा या एक बेदारी देश में होगी. അവിടെ കുറച്ച് പേര് രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ 10,000 പേര് രക്ഷിക്കപ്പെട്ടു, ലക്ഷം പേര് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതുകൊണ്ടൊന്നും ഉണർവ് സംഭവിക്കത്തില്ല. वहाँ में 1000 लोग उद्धार पाए, इधर 1000 लोग उद्धार पाए करके बोलने से कोई उद्धार नहीं होगा. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇത് കാണുവാനായിട്ടിടയായി. ചില പോസ്റ്റുകൾ ചിലർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണുവാനായിട്ടിടയായി FB-ൽ. मैंने पिछले दिनों में देखा है कि कुछ लोगों ने FB में पोस्ट कर रखा है. ആൾക്കാർ ഇത്ര 1000 പേര് ഇന്ന ദേശത്ത് സ്നാനപ്പെടുന്നു, ഇത്ര 1000 പേര് ഇന്ന ദേശത്ത് സ്നാനപ്പെടുന്നു എന്ന് പറഞ്ഞ് കാണുവാനിടയായി. वही बहुत सारे लोग वहाँ पे इतने लोग बपतिस्मा लिया, यहाँ पे इतने लोग बपतिस्मा लिया करके पोस्ट डाल रखा है. അതുകൊണ്ട് അത് ഉണർവാണെന്ന് ധരിക്കരുത്. वो एक बेदारी है करके आप लोग मत समझिए. ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ആത്മാക്കൾ കൂട്ടമായി രക്ഷിക്കപ്പെടും. कभी कभी पवित्र आत्मा की कार्य जब होता है तो बहुत लोग उद्धार पाते हैं. പക്ഷെ അത് നിലനിൽക്കുകയോ ഉണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. लेकिन वो स्थिर रहता है कि नहीं, हमें ये देखना है. നിലനിൽക്കുന്നില്ല എന്ന് വരികിൽ അത് ഉണർവായിരിക്കത്തില്ല. अगर वो स्थिर नहीं है तो वो कोई बेदारी. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്ക് പെട്ടെന്ന് പല കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പോട്ടെ. ഇപ്പോൾ എല്ലാ കൃപാവരങ്ങളും വിശ്വാസത്താൽ മാത്രമേ പ്രവർത്തിക്കപ്പെടത്തുള്ളൂ. सारे वरदान जो है हमारे विश्वास के द्वारा ही उसका उपयोग होता है. നമ്മുടെ ബുദ്ധിയിലോ വികാരങ്ങളിലോ അല്ല ഈ ദൈവം ജ്ഞാനത്തിന്റെ വരം നൽകുന്നത്. हमारा खुद की सोच और विचार के साथ ये नहीं चलेगा. നമ്മുടെ ആത്മാവിലാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. ये हमारी आत्मा में मिलता है. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചിന്തകൾ കൊണ്ട്, ഞാൻ പറഞ്ഞു, നമ്മുടെ ചിന്തകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടോ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ചലിപ്പിക്കുന്നതല്ല കൃപാവരങ്ങൾ. हमारे बुद्धि और ज्ञान से ये कार्य नहीं कर सकता. ഈ ജ്ഞാനത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംസാരിക്കാൻ അല്ലെങ്കിൽ ഉച്ചരിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് വരണമെന്നൊന്നും നിർബന്ധമില്ല. ये जो बोलने वाले ये जो वरदान जो है एक जैसे हमारा भाषा जो चलता है नॉर्मल, वो ऐसा होना जरूरी नहीं है. അത് നമ്മുടെ തോന്നലുകളായിട്ട് ആത്മാവിൽ വെളിപ്പെട്ട് വരാം. वो हमारे सोच के जैसा मन में आ सकता है. എന്നാൽ അതേസമയം ചില സമയത്ത് നമുക്കത് കേൾക്കുന്നത് പോലെയും അല്ലെങ്കിൽ ഓഡിയബിൾ ആയിട്ട് നമുക്കത് തോന്നാം. कभी कभी हमें सुनने भी लगेगा, सुनाई भी देगा वो. ഞാൻ വാക്യങ്ങൾ എടുത്ത് വായിച്ചു പോകുന്നതിൽ നമുക്ക് ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ റെഫറൻസുകൾ നോട്ട് ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിച്ചാൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതിന് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് നമ്മൾ പകർന്നു കൊടുക്കുവാൻ വേണ്ടി ഉച്ചാരണമായും അത് വെളിപ്പെടുന്നതിന് ചാൻസുകളുണ്ട്. दूसरे लोगों से बात करने के लिए भी हम ये उसका उपयोग कर सकते हैं. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 4-7 വരെയും അതിന്റെ 18-ാമത്തെ വാക്യവും നിങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാവും. യോഹന്നാൻ സുസമാചാर उसका 4 से लेके 7 तक और 18 भी पढ़ेंगे तो आपको समझ आएगा. ഇത് ആർക്ക് ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് വേണ്ട. കാരണം എല്ലാ കൃപാവരങ്ങളും അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, അതിനുവേണ്ടി ആഗ്രഹമുള്ളവർക്ക് ദൈവം എല്ലാ കൃപാവരങ്ങളും തരും. ये किसको मिलेगा करके आपको एक सोच की जरूरत नहीं है. परमेश्वर के ऊपर विश्वास करने वालों को, पवित्र आत्मा के ऊपर जो विश्वास रखते हैं, सारे लोगों को ये बातें. കാരണം വചനം പറയുന്നു, ആർത്തിയുള്ളവനെ ഞാൻ തൃപ്തി വരുത്തുന്നു. क्योंकि परमेश्वर का वचन कहता है जो इच्छा रखता है उनको मैं तृप्त करूंगा. ദൈവവചനത്തോടും പരിശുദ്ധാത്മാവിനോടും കൃപാവരങ്ങളോർക്കും ആർക്ക് ആർത്തിയുണ്ടോ, അത് പ്രായമുള്ളവരായിരിക്കാം, മധ്യവയസ്കരായിരിക്കാം, ശിശുക്കളായിരിക്കാം, ആർക്ക് അതിനോട് ആർത്തിയുണ്ടോ അവർക്കെല്ലാം ദൈവം അത് ധാരാളമായി കൊടുക്കും. ദൈവം അതിൽ വിശ്വസ്തനാണ്. उन लोगों को जो परमेश्वर के वचन के ऊपर, परमेश्वर के पवित्र आत्मा के ऊपर जो प्यासा है, जो उनके लिए जो तरसता है, उनको परमेश्वर बहुत आशीष देगा. അതുപോലെ തന്നെ കൗൺസിലിംഗ് ശുശ്രൂഷകളിൽ ഈ വരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. वैसे काउंसलिंग कराने के लिए भी ये वरदान कार्य करता है. നമ്മളെ ഒരു വ്യക്തിയെ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുകയും വേണം. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ, നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിരാശ പൂരിതമായിരിക്കുന്ന അവസ്ഥകൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുവാനായിട്ടിടയും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. जब हम एक व्यक्ति को जब काउंसलिंग करते हैं तो उसी समय पवित्र आत्मा में प्रकट कराएगा वो व्यक्ति की निकली हुई बातें या पुरानी बातें सारे हमें समझाएगा. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം ശുശ്രൂഷയിലായിരിക്കുന്നെങ്കിൽ ഈ കൃപാവരം തന്നോടുകൂടെ നിലനിർത്തുന്നത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യമാണ്. कोई व्यक्ति अगर सेवकाई में है तो वो उनको पवित्र आत्मा में ये बातों के वरदानों को
बना के रखना जरूरी है। ഇത് പരിജ്ഞാനത്തിൻ്റെ നമ്മൾ വായിച്ചു, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വചനം ഓരോരുത്തർക്ക് ദൈവം നൽകുന്നുവെന്ന്. ഒരുവന് ആത്മാവിൽ ജ്ഞാനത്തിൻ്റെ വചനവും ഒരുവന് അതേ ആത്മാവിൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നുവെന്ന് നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 8-ൽ വായിച്ചതുപോലെ हमने हमें जैसे पढ़ा है कि बुद्धि की बातें दी जाती है और दूसरों को उसी आत्मा के अनुसार ज्ञान की बातें भी दी जाती है। അപ്പം പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനോടുകൂടി അല്ലെങ്കിൽ ഈ ജ്ഞാനത്തിൻ്റെ വചനം നമുക്ക് നൽകപ്പെടുന്നുണ്ട്. ये बुद्धि की बातों के साथ साथ ये ज्ञान की बातें भी परमेश्वर എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ളതായ പൂർണ്ണമായ ഒരു അറിവ് പരിജ്ഞാനം ഓപ്പറേറ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ ജ്ഞാനത്തിൻ്റെ അറിവിൽ കൂടെ ആയിരിക്കും നമ്മൾ പരിജ്ഞാനം ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നർത്ഥം. कौन सा काम कैसे करना है करके वो समझ की आत्मा उस ज्ञान जो परमेश्वर हमें देता है. അതുകൊണ്ട് പരിജ്ഞാനത്തിൻ്റെ വചനവും ജ്ഞാനത്തിൻ്റെ വചനവും തമ്മിൽ അല്പം ഇടകലർന്നുള്ളതായിരിക്കും. അത് ഞാൻ പറഞ്ഞാൽ അടുത്ത വിവേചനം എന്ന് പറയുന്നതായ ആ സ്പിരിറ്റ് അല്ലെങ്കിൽ ആ കൃപാവരം നമ്മൾ പ്രാപിക്കുമ്പോൾ മാത്രമേ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. इस बुद्धि की बात और ज्ञान की बात क्या है करके समझना है तो हमें उस परखने की उस समझ को पढ़ेंगे तभी पता चलेगा. ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവം ഒരുവൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രയോജനമായി അല്ലെങ്കിൽ മറ്റുള്ളവരെ കൗൺസിലിംഗ് ചെയ്യുന്നതിന് പ്രയോജനമായി സഭയുടെ വളർച്ചയ്ക്ക് പ്രയോജനമായി നൽകപ്പെടുന്ന ഒരു ദൈവീയ കൃപാവരമാണ്. ये ज्ञान की बात जो है परमेश्वर की सेवकाई के लिए या किसी को काउंसलिंग करने के लिए या परमेश्वर की सेवकाई करने के लिए देने वाली वरदान है. ദൈവം അത് ദൈവത്തിൻ്റെ അഭിഷക്തന്മാരിൽ കൂടെ ആവശ്യമുള്ളവർക്ക് അതത് സമയങ്ങളിൽ നൽകി നമുക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നു. वो परमेश्वर जो है अपने लोगों के द्वारा हमें जो जिस जगह उसकी ज़रूरत है या किस व्यक्ति को उसकी ज़रूरत है उस जगह दे के परमेश्वर हमें समझाते हैं. അതിനോട് ചേർന്ന് വരുന്ന ഒരു കൃപാവരമാണ് നമ്മൾ 8-ൽ അതേ വാക്യമാണ് വായിച്ച്, ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുവന് അതേ ആത്മാവിൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. പരിജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുന്നതും ജ്ഞാനത്തിൻ്റെ വചനവുമായി ഇടകലർന്നിരിക്കുന്നതായ ഒരു ദൈവീയ കൃപാവരമാണ്. बुद्धि के वचन और ज्ञान के समझ के बातें. ഹല്ലേലൂയ. വരങ്ങളുടെ പട്ടികയിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വരത്തിൻ്റെ സ്ഥാനത്താണ് ഈ പരിജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുന്ന വചനം നിൽക്കുന്നത്. ये ज्ञान की बातों में खास ऊंची जगह पे है ये जो बुद्धि की समझ की बात. ഇത് ദൈവിക ജ്ഞാനത്തോടുകൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുവാൻ അല്ലെങ്കിൽ ബുദ്ധിപരമായി മറ്റുള്ളവരെക്കാളും വ്യത്യസ്ത നിലകളിൽ ബുദ്ധിപരമായി പ്രയോഗിക്കേണ്ടതായ കാര്യങ്ങൾ അല്ലെങ്കിൽ അറിവിനെ ഉപയോഗിക്കുവാൻ തക്കവണ്ണമായി പ്രയോജനപ്പെടുന്ന ഒരു കൃപാവരമാണ്. दूसरों से बढ़कर हमें परमेश्वर की इच्छा के अनुसार या परमेश्वर के दिया हुआ उस बुद्धि के अनुसार कार्य करने के लिए मिलने वाला वरदान. ഇതൊരു അളവുകോലായിട്ട് വേണമെങ്കിലും നമുക്ക് ചിത്രീകരിക്കാം. ഒരു അളവുകോൽ അല്ലെങ്കിൽ മാനദണ്ഡം, മറ്റുള്ള കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കൃപാവരമായും പരിജ്ഞാനത്തിൻ്റെ കൃപാവരത്തെ നമുക്ക് കാണുവാൻ കഴിയും. इस वरदान को हम दूसरे वरदानों का एक नाप जैसे भी समझ सकते हैं. ഈ പരിജ്ഞാനത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വരം ഒരു വ്യക്തിക്കുള്ളിൽ ഇല്ലാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിലുള്ള മറ്റു വരങ്ങൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നതിന് കാരണമായി തീരും. अगर ये जो खास वरदान जो है उस समझ के वरदान जिसके अंदर नहीं है वो बाकी वरदानों का भी दुरुपयोग कर सकते हैं. ഒരു ഉദാഹരണത്തിന് അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രവചിക്കുന്ന വ്യക്തി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു. അന്യഭാഷയിൽ ഒരു വ്യക്തി സംസാരിക്കും, ഒരു വ്യക്തി അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ തർജ്ജിമ ചെയ്യുമ്പോൾ जब एक व्यक्ति अन्य भाषा में बात करते हैं और दूसरा व्यक्ति जब उसका मतलब बताते हैं, ഒരാൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ കയറി തന്നെ അതിനെ വ്യാഖ്യാനിക്കുന്നത് പരിജ്ഞാനക്കുറവിൻ്റെ ആത്മാവാണ്. जब वो एक व्यक्ति अगर भविष्यवाणी दे रहा हो तो उसके बीच में उसका मतलब बताना वो जो है गलत समझ की बात है. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരുവൻ സംസാരിക്കുമ്പോൾ മറ്റവൻ മിണ്ടാതിരിക്കട്ടെ. तो ये वचन में पढ़ते हैं एक व्यक्ति जब बात करते हैं तो दूसरे व्यक्ति चुप रहा है. അപ്പോൾ അത് പരിജ്ഞാനം ഓപ്പറേറ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ മാത്രം, പരിജ്ഞാനത്തിൻ്റെ വരം ഓപ്പറേറ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ മാത്രമേ ആ കാര്യങ്ങൾ ചന്തവും ഉചിതവുമായി ചെയ്യാനൊക്കത്തുള്ളൂ. जहाँ पे बुद्धि और समझ की जो वरदान जहाँ चलता है वहाँ पे ये सही ढंग से कार्य करते हैं. അതുകൊണ്ട് നമ്മൾ പരിജ്ഞാനത്തിൻ്റെ വരം വളരെ പ്രാധാന്യമുള്ളൊരു വരമാണ്, അല്ലെങ്കിൽ അറിവിൻ്റെ വരം എന്ന് വേണമെങ്കിൽ പറയാം. പരിജ്ഞാനത്തിൻ്റെ വരം എന്ന് പറയുന്നത് ഒന്നുകൂടെ ട്രാൻസ്ലേറ്റ് പറയുന്നത് അറിവിൻ്റെ വരം. ഏത് സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള മാനുഷികപരമായിരിക്കുന്ന അറിവല്ല, ഇത് ദൈവികപരമായിരിക്കുന്ന അറിവ്. ये परमेश्वर की ओर से मिलने वाली वरदान है और समझ है
और हमें क्या करना है, कौन से समय पे क्या करना है करके उस बुद्धि का समझ। ഇത് പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്ന ഒരു പ്രകൃതാതീതമായിരിക്കുന്ന ഒരു ജ്ഞാനമാണ്, അല്ലെങ്കിൽ ഒരു അറിവാണ്. ये पवित्र आत्मा के द्वारा मिलने वाला एक वरदान है, पृथ्वी का नहीं है. ജ്ഞാനത്തിന്റെ വചനം എങ്ങനെ ശരിയായി പ്രവർത്തികമാക്കും എന്ന് വിശ്വാസികൾ അറിയുന്നതിന് വേണ്ടി ദൈവം മിക്കപ്പോഴും ഇത് പരിജ്ഞാനത്തിന്റെ വചനത്തോടു കൂടി നൽകുന്നു. ज्ञान के वचन कैसे उपयोग करना है करके लोगों को समझाने के लिए परमेश्वर उस बुद्धि के वरदान के साथ ये देता है. ശ്രദ്ധിക്കണം, നിങ്ങൾ അനന്യാസിനെ കുറിച്ചും പൗലോസിനെ കുറിച്ചും നമ്മൾ അപ്പോസ്തല പ്രവർത്തിക്കകത്ത് വായിക്കുമ്പോൾ जब हम प्रेरितों की किताब में अनन्यास और पौल के बारे में जब पढ़ते हैं, ആ പരിജ്ഞാനത്തിന്റെ വചനത്തിൽ കൂടെയാണ് അനന്യാസിന് ദൈവം അദ്ദേഹത്തിന്റെ പരിസ്ഥിതിയും അല്ലെങ്കിൽ എന്താ പറയുന്നത് സാഹചര്യവും ഒക്കെയും വെളിപ്പെടുത്തി കൊടുക്കുന്നത്. परमेश्वर ने उस बुद्धि और समझ की आत्मा के द्वारा उनको पूरे परिस्थिति के बारे में समझाते हैं. പ്രതിസന്ധി ആയിരിക്കുന്ന അല്ലെങ്കിൽ ആ പ്രശ്നത്തിലിരിക്കുന്ന മധ്യത്തിൽ അദ്ദേഹം പൗലോസ് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ് ഈ പരിജ്ഞാനത്തിന്റെ വചനമാണ് അനന്യാസോടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. उस मुश्किल की परिस्थिति में, उस प्रतिकूल अवस्था में क्या करना है करके समझने का बुद्धि और ज्ञान, ये जो पवित्र आत्मा की ओर से मिलने वाला बुद्धि और समझ की आत्मा देते हैं. ഇത് ജ്ഞാനത്തിന്റെ വചനമല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അവിടെ തെറ്റുപറ്റാൻ സാധ്യതയുള്ളവരുടെ എടുത്ത് പറയും. ജ്ഞാനത്തിന്റെ വചനമല്ല, അല്ലെങ്കിൽ ലോഗോസ് അല്ല ഇത്. ये जो ज्ञान की बात नहीं है, ഇത് ജ്ഞാനത്തിന്റെ വരമാണ്. ये वरदान है. ഹല്ലേലൂയ. हालेलुया. അപ്പോൾ ഒരു മനുഷ്യനെ നിയമപരമായി ഞാനിപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഉദാഹരണം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. मैं उसके लिए एक दृष्टांत आपको बताना चाहता हूँ. ഒരു മനുഷ്യന് വളരെ പ്രയാസമുള്ള അല്ലെങ്കിൽ ഒരു നിയമപരമായി പ്രയാസമായിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് വിചാരിക്കട്ടെ. एक व्यक्ति को उसके कुछ बातों में मुश्किल परिस्थिति से गुजर रहा हो. അദ്ദേഹം ഒരു വക്കീലിന്റെ സഹായം ആവശ്യപ്പെടുകയാണെന്ന് വിചാരിച്ചോളൂ. वो एक वकील के पास गया. അപ്പം വക്കീൽ എന്താ ചെയ്യുന്നത്? വക്കീലിന് അനേക ജ്ഞാനമുണ്ട്. അദ്ദേഹം അനേക ബുക്കുകൾ വായിച്ച് മനസ്സിലാക്കി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, IPC അതിൻ്റെ ബുക്കുകളും ശാഖകളും എല്ലാം വായിച്ച് മനസ്സിലാക്കി വളരെ ജ്ഞാനമുള്ളൊരു വ്യക്തിയാണ്. वो वकील बहुत बुद्धिमान है क्योंकि वो बहुत किताबें पढ़ा है, आगे उस नियम के बारे में बहुत कुछ सीखा हुआ व्यक्ति है. എന്നാൽ അദ്ദേഹം തൻ്റെ മുഴുവൻ അറിവും ആവശ്യപ്പെട്ട് മുൻപിലിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നില്ല. लेकिन वो पूरा ज्ञान जो है, पूरा समझ जो है, वो सामने बैठने वाले व्यक्ति को नहीं ആ വ്യക്തിക്ക് ആവശ്യമായിരിക്കുന്ന ആ സാഹചര്യത്തിൽ ആവശ്യമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും അല്ലെങ്കിൽ എന്ത് കാര്യം ബുദ്ധിയോടെ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ അംശം മാത്രമേ വക്കീല് തൻ്റെ മുമ്പിലിരിക്കുന്ന കക്ഷിക്ക് കൊടുക്കുന്നുള്ളൂ. हाँ, वो सामने बैठने वाला व्यक्ति को उसका जो परिस्थिति, किस परिस्थिति से गुजर रहा है, वहाँ से छुटकारा मिलने वाला, वहाँ से वो छूट के आने वाली बातें ही उसको समझाते हैं. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ്, ദൈവം, സർവ്വവും അറിയുന്ന ദൈവം തൻ്റെ അഗാധ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ഉറവിടത്തിൽ നിന്നും അത് ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സാഹചര്യത്തിലിരിക്കുന്ന വ്യക്തിക്ക് അത് തരണം ചെയ്തു പോകാൻ ആവശ്യമായിരിക്കുന്ന അല്പമായ ചില കാര്യങ്ങൾ കൊടുക്കുന്നു. അതാണ് നമ്മൾ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വചനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. वैसे हमारे सर्वशक्तिमान परमेश्वर, सर्वज्ञानी परमेश्वर है, उनके बहुतायत की उस बुद्धि और समझ में से थोड़ा सा बुद्धि और समझ जो दूसरे जो उनको वो वरदान उपयोग करने वाला व्यक्ति को देता है कि वो ताकि उसकी मुश्किल परिस्थिति से वो गुजर के बाहर आ जाए. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഏത് വ്യക്തിയാണോ ആ കൃപാവരം ഓപ്പറേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ഉള്ളിലാണ് അത് പകർന്നു കൊടുക്കുന്നത്. परमेश्वर ने अपने पवित्र आत्मा के द्वारा वो जो व्यक्ति जो उसका वरदान को उपयोग करते हैं उनको वो देते हैं. അത് ബുദ്ധിമണ്ഡലങ്ങളിൽ കൂടെ ലഭിക്കുന്നതല്ല, वो बुद्धि और समझ से नहीं मिलता അല്ലെങ്കിൽ है. വികാരപരമായിട്ട് തോന്നുന്നതോ അല്ലെങ്കിൽ പല എക്സ്പീരിയൻസ് കൊണ്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമല്ലത്. ये कोई पृथ्वी के ज्ञान और बुद्धि नहीं है. അതത് സമയങ്ങളിൽ ദൈവം ആവശ്യമായിരിക്കുന്ന വെളിപ്പാട് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് തൻ്റെ മുമ്പിലിരിക്കുന്നവരിൽ കൂടെ കൊടുക്കുന്നു. वो परमेश्वर को जिनको जरूरत है उनको परमेश्वर उसी समय अपने पवित्र आत्मा के द्वारा ये देता. ഈ പരിജ്ഞാനത്തിന്റെ കൃപാവരത്തിന്റെ ഒരു സവിശേഷതകളെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ മുമ്പോട്ട് പറഞ്ഞു പോകട്ടെ. ये सारे ज्ञान की खासियत क्या है? ഒന്ന്, ഇത് നാച്ചുറൽ നോളജ് അല്ല, സ്വാഭാവികപരമായിരിക്കുന്ന പ്രകൃതി
പരമായിരിക്കുന്ന ഒരു അറിവല്ല ഇത്. ये जो पृथ्वी से मिलने वाला कोई बुद्धि ज्ञान नहीं है. ഇത് നമ്മൾ എവിടെയെങ്കിലും വിദ്യാലയങ്ങളിൽ പോയി പഠിച്ച് പ്രാപിച്ചെടുക്കുന്ന ഒരു പരിജ്ഞാനമല്ല, അറിവല്ല ഇത്. ये कोई स्कूल से मिलने वाला बुद्धि नहीं है. ഇത് നമ്മുടെ അനുഭവത്തിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും ലഭിക്കുന്ന ഒരു അറിവല്ല. ये हमारे कार्य करने से या हमारे बहुत पृथ्वी के ज्ञान होने से मिलने वाली बात नहीं है. ഇത് വേദപുസ്തകം വായിക്കുന്നത് കൊണ്ടും ലഭിക്കുന്ന അറിവല്ല. ये परमेश्वर की वचन पढ़ने से मिलने वाला भी नहीं है. ഇതിന്റെ സ്വഭാവം തന്നെ ഇത് പ്രകൃതാതീതമാണ് എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് അതീതമായി ഒരു സൂപ്പർ നാച്ചുറൽ റെവലേഷനാണ് ഈ പരിജ്ഞാനത്തിന്റെ വചനം എന്ന് പറയുന്നത്. ये वचन जो है परमेश्वर के उस पृथ्वी से बढ़कर परमेश्वर के पास से मिलने वाला वरदान. അതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇത് പരിശുദ്ധാത്മാവ് താൻ ഇച്ഛിക്കുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ये पवित्र आत्मा जब उनको इच्छा आता है तब दूसरों को देता है. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രവാചകന്മാരെ തേടി പോകരുത് അല്ലെങ്കിൽ തേടി അന്വേഷിച്ച് ചെല്ലരുതെന്ന് പറയുന്നതിന് പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, इसलिए हम कहते हैं कि भविष्यवक्ताओं को ढूंढ के मत जाना. കാരണം അവർ ഈ പ്രവാചകന്മാരെന്ന് പറയുന്നവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് മുഴുവൻ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വചനങ്ങളാണ്. वो लोग अपनी बुद्धि और समझ से लोग बताते हैं. ജ്ഞാനവും പരിജ്ഞാനവും ഇടകലർന്നിരിക്കുന്ന അവർക്ക് ലഭിക്കുന്നതായ ആ വെളിപ്പാടുകളെയാണ് അവർ പ്രവചനമാണെന്ന് പറഞ്ഞ് അന്യഭാഷയോടുകൂടി ചേർന്ന് പറയുന്നത്. वो अपनी तरीके से ये बताते हैं भविष्यवाणी. സോ അപ്പം നമ്മൾ പ്രവാചകന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ जब हम भविष्यवक्ता के पास पहुंचते हैं അവിടെ ഒരു ഫോഴ്സിങ് ഉണ്ടാകുക ശരിക്കും പറഞ്ഞു. वहाँ पे एक धक्का मिलता है उनको. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവത്തെ അറിയാത്ത ജനങ്ങൾ അവർ കൈനോട്ടക്കാരുടെ അടുത്തും അല്ലെങ്കിൽ എന്താ പറയുന്നത് ജാതകം നോക്കുന്നവരുടെ അടുത്തും ഒക്കെ പോയി തൻ്റെ ഭാവിയെക്കുറിച്ച് അറിയുവാൻ ചൊല്ലുമ്പോൾ ദുരാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ പോലെ നമ്മൾ പ്രവാചകന്മാരുടെ അടുത്തേക്ക് ചൊല്ലുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തപ്പെടേണ്ടതായിരിക്കുന്നത് കൊണ്ട് അവർ ജബർദസ്താകുകയാണ് അതിനകത്ത്. जब ये दुनियादारी की तरफ से वो सारे जगह में घूम फिर के अपने भविष्य के बारे में समझने के लिए घूम फिरने के बाद जब भविष्यवक्ता के पास पहुंचता है तो भविष्यवक्ता जो है मजबूर हो जाता है ऐसे करने में. എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നാളെ പറയുമോ പുള്ളിക്ക് കൃപയില്ലെന്ന് പറയും. अगर आपको कुछ नहीं बताया तो आप कहेंगे कि ये कोई वरदान इनके अंदर नहीं है. അപ്പോൾ അദ്ദേഹം പറയും ശരി നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കാം. वो कहेंगे कि वो प्रार्थना करने में പ്രാർത്ഥിക്കാനിരിക്കുന്ന അന്യഭാഷ പറയുന്നു. പിന്നെ തനിക്ക് ലഭിച്ച വെളിപ്പാടുകളിൽ കൂടെ എക്സ്പീരിയൻസിൽ കൂടെ താൻ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ കൂടെ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരെ കാണുമ്പോൾ തന്നെ അവരുടെ പരിസ്ഥിതി മനസ്സിലാക്കാൻ കഴിയും. जब वो अपने जो एक्सपीरियंस के द्वारा सीखा हुआ बातें जो है वो बताने लगते हैं. അപ്പോൾ അതല്ല അവർ പറയുവാനായിട്ടിടയാവും. वो सारी बातें वो उनको बताने लगते हैं. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്ന ഓരോ കൃപാവരങ്ങളും പരിശുദ്ധാത്മാവ് താൻ ഇച്ഛിക്കുമ്പോഴാണ് വെളിപ്പെടുത്തുന്നത്. लेकिन परमेश्वर का वचन कहता है कि पवित्र आत्मा की इच्छा के अनुसार सारी बातें प्रकट होती हैं. നമ്മൾ ശൗലിന്റെ കാര്യം ശ്രദ്ധിച്ചല്ലോ. പൗലോസ് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഒരു പ്രവാചകന്റെ അടുത്തും പോകുന്നില്ല. शाऊल के बारे में हम देखते हैं कि पौल प्रार्थना कर रहे हैं, वो कोई भविष्यवक्ता के पास नहीं जा रहा. എന്നാൽ അതേ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വേറൊരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനന്യാസിന് ഈ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വചനങ്ങളിൽ കൂടെ പൗലോസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു. लेकिन जो दूसरी जगह एक दूर जगह में प्रार्थना करने वाले उस अनन्यास को परमेश्वर ने सारे बातें इस शाऊल के बारे में पौल के बारे में पूरा प्रकट कर दिया. എന്നിട്ട് അനന്യാസിനെ പൗലോസിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. उसके बाद जो अनन्यास को है पौल के पास भेज रहा. നമ്മൾ സാധാരണ കാണുന്നത് എങ്ങനെയാ? പൗലോസ് അനന്യാസിന്റെ അടുത്ത് വന്ന് ചോദിക്കുക, ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് ഇരുട്ടായിപ്പോയി, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ ലോകപരമായിട്ട് ഇപ്പം നമ്മളെല്ലാവരും ചെയ്യുന്ന അങ്ങനെയാണ്. പ്രവാചകനെ തേടിപ്പോകുകയാണ്. लेकिन आजकल हम क्या करते हैं, हम खुद भविष्यवक्ता को ढूंढ के जाते हैं. എന്നാൽ അങ്ങനെയല്ല. लेकिन ऐसा नहीं होना चाहिए. ദൈവത്തിന് നിനക്കൊരു കാര്യം വെളിപ്പെടുത്തി തരണമെന്നുണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിൽ ഇത് പ്രാർത്ഥിക്കണം. अगर परमेश्वर आपको कुछ बात प्रकट करना चाहते हैं तो आपको പരിശുദ്ധാത്മാവ് താൻ ഇച്ഛിക്കുന്നത് പോലെ കറക്റ്റായിട്ട് നിന്നെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിന്റെ ആവശ്യ ഭാരത്തിലിരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ദൈവിക വെളിപ്പെടുത്തി തരുവാൻ കഴിയുന്ന അഭിഷക്തന്മാരെ നിന്റെ അടുക്കിലേക്ക് അയക്കും. जब आप ऐसे प्रार्थना करेंगे तो परमेश्वर आपके पास आपके उस परिस्थिति से निकलने के लिए आपको क्या करना चाहिए करके बताने के लिए कोई भविष्यवक्ता को आपके पास भेजेंगे. അതാണ് ശരിക്കുള്ള ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വെളിപ്പാട് ലഭിക്കുന്ന അവസരങ്ങൾ.
वो है सही ढंग का परमेश्वर की बुद्धि और ज्ञान के समझ से मिलने वाली बातें। നമ്മൾ തേടി ചെല്ലുമ്പോൾ വിവിധമായ നിലകളിൽ നമ്മൾ കബളിപ്പിക്കപ്പെടാൻ ചാൻസുകളുണ്ട്. अगर हम ढूंढ के जाएंगे तो बहुत तरीके से हम उसमें धोखा खा सकते हैं। അത് വിവേചനം എന്നുള്ളതായിരിക്കും കൃപാവരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. इसके बारे में मैं और ज़्यादा जगह पर रखने की ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. അതുകൊണ്ട് ഈ കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് താൻ ആഗ്രഹിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തികളെ അതിനുവേണ്ടി അഭിഷേകം ചെയ്ത് നമ്മിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമുള്ള വ്യക്തിയുടെ അടുത്തേക്ക് അയക്കും. परमेश्वर हमें जो जरूरत के अनुसार जिनको जरूरत है उनके अनुसार परमेश्वर भविष्यवक्ता को हमारे വളരെ പ്രധാനപ്പെട്ട പ്രത്യേകമായിരിക്കുന്ന ആവശ്യങ്ങളുടെ ഭാരങ്ങളിലിരിക്കുന്ന സമയങ്ങളിൽ ഇത് വെളിപ്പെട്ട് വരുന്നു. जब हम बहुत दुखित या मुश्किल परिस्थिति में होगा तब ये प्रकट होता है. ഞാൻ പറഞ്ഞല്ലോ പരിജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ വചനമല്ല, ഇത് പരിജ്ഞാനത്തിന്റെ വരമാണ്. ये जो है वरदान परमेश्वर की वचन के अनुसार नहीं है, ये परमेश्वर के वरदान है. ഈ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത വേദപുസ്തകത്തിൽ കാണപ്പെടുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കി അവസാനിപ്പിക്കാം. परमेश्वर के वचन से एक दो वचन भी हम सीखेंगे. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ लूका समाचार उसका 4 का 1 से लेकर 13 तक जब पढ़ते हैं യേശുക്രിസ്തുവിന്റെ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ചാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. वहाँ पे हम यीशु मसीह जो है रेगिस्तान में शैतान के द्वारा परीक्षा में पढ़ते हैं, वो हम देखते हैं. അവിടെ ഹല്ലേലൂയ പരിശുദ്ധാത്മാ യേശുക്രിസ്തു സാത്താന് കൊടുക്കുന്നതായ ഓരോ ഉത്തരങ്ങളും പരിജ്ഞാനത്തിന്റെ വചനങ്ങളാണ്. वहाँ पे यीशु मसीह जो शैतान को जो जवाब देता है वो वचन सारे वो समझ की बातें हैं, वो वचन के द्वारा बताया जाता है. പരിശുദ്ധാത്മാവ് അതത് സമയങ്ങളിൽ യേശുക്രിസ്തുവിന് കൊടുത്ത ആ വെളിപ്പാടുകളാണ് സാത്താനോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും അല്ലെങ്കിൽ ദൈവവചന എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളെ എടുത്തു പറയുവാനായിട്ടിടയായി. समय समय पर पवित्र आत्मा के द्वारा दिया हुआ वचन जो है वो यीशु मसीह उनको बताते हैं उसको. 3 ഭാഗങ്ങളിൽ 3 രീതികളിൽ ദൈവത്തിന്റെ വചനവുമായി തന്നെ പിശാച് കർത്താവിനെ പരീക്ഷിക്കുന്നു. 3 जगह पर परमेश्वर के वचन के आधार पर भी यीशु मसीह को परीक्षा करते हैं. അവിടെയെല്ലാം നമുക്ക് ഈ യേശുക്രിസ്തു അവിടെ വിവേചനത്തിന്റെ വരം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതിലേക്ക് നമ്മൾ പോയില്ല ഇതുവരെ. നമ്മൾ ഇപ്പം പരിജ്ഞാനം ഇനി അടുത്ത വിവേചനത്തിന്റെ കൃപാവരം വരുന്നതേ ഉള്ളൂ. കർത്താവ് ആ 3 വരെ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനെ ഗ്രഹിച്ചെടുപ്പാൻ പറഞ്ഞാൽ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്നറിയാം, വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം കൊണ്ട് വന്ന് തന്നെ നമ്മളെ പരീക്ഷിക്കും. शैतान जो परमेश्वर के वचन में लिखा हुआ उस वचन से ही हमसे बातें करते हैं. ഇനിയൊരു വലിയ രസകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളെക്കാളും എന്നെക്കാളും ലോകത്തുള്ള സകല അഭിഷക്തന്മാരെക്കാളും ദൈവത്തിന്റെ വചനവും അതിൻ്റെ ശക്തിയും വളരെ മനോഹരമായി പിശാചിനും അറിയാം. शैतान जो है पूरी तरह परमेश्वर के वचन और सामर्थ के बारे में जानते हैं. നമ്മളെക്കാളും വിശ്വാസം പിശാചിനുണ്ട്. शैतान वो पूरी तरह विश्वास भी करते हैं ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും അല്ലെ ആ വചനത്തിന്റെ ശക്തിയിലും. परमेश्वर के ऊपर, परमेश्वर के वचन के ऊपर और उसके सामर्थ के ऊपर. അതുകൊണ്ട് അവൻ അതെടുത്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യുവാൻ നമ്മളെ കബളിപ്പിക്കുവാൻ ശ്രമിക്കും. इसलिए वो वचन के द्वारा ही हमें धोखा दे सकते हैं. കർത്താവ് അവനോട് പറഞ്ഞിട്ടൊന്നുമില്ല എൻ്റെ വചനം നീ എടുക്കരുതെന്നും പറഞ്ഞിട്ടില്ല. परमेश्वर ने कभी उसको कहा नहीं है कि मेरा वचन मत उठाना. അതുകൊണ്ട് പിശാച് ആ വചനം എടുത്തുകൊണ്ടുവരും. അതേ സംഭവമാണ് ഇവിടെ കർത്താവിനെ പരീക്ഷിക്കുവാനും പിശാച് ചെയ്തത്. यहाँ पे यीशु मसीह को परीक्षा करने के लिए भी शैतान ने वही वचन. എന്നാൽ ആ സമയത്ത് ഏത് രീതിയിലാണ് ആ പരിജ്ഞാനം വെളിപ്പെടുത്തേണ്ടത് എന്നുള്ളതിന് വളരെ വളരെ വ്യക്തമായും ക്ലിയറായും കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയും പിശാച് കർത്താവിനെ വിട്ടു പോവുകയും ചെയ്തു. പരീക്ഷയിൽ കർത്താവ് ജയിക്കുകയും ചെയ്തു. लेकिन उस परीक्षा में यीशु मसीह जानते थे किस बुद्धि से, कौन से सामर्थ्य से उससे बात करना है करके जानते थे, इसलिए वो शैतान को हरा दिया. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 26 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ശാസ്ത്രിമാര് യേശുക്രിസ്തുവിനെ ഉപായത്താൽ പിടിക്കുവാൻ തക്കവണ്ണമായി ഒത്തിരി കാര്യങ്ങൾ പരീക്ഷകളുമായി കർത്താവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. उसके बाद हम लोग समाचार उसका 20 का 22 और 26 तक पढ़ेंगे तो वहाँ पे शास्त्री लोग भी यीशु मसीह को परखता है करके हम देखते हैं. എന്നാൽ കർത്താവ് ആ തക്ക സമയത്ത് പരിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ കൃപാവരം ഉപയോഗിച്ചതുകൊണ്ട് പരിജ്ഞാനത്തിൻ്റെ ആ വാക്കുകൾ അല്ലെങ്കിൽ മറുപടികൾ പറഞ്ഞ് ശാസ്ത്രിമാരെ വായടപ്പിക്കുവാനായിട്ട് ഇടയായി. लेकिन समय पर यीशु मसीह उस परमेश्वर के वचन के आधार पर उनसे बात किया तो उनका मुंह बंद हो गया. ഹല്ലേലൂയ. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം കർത്താവിനെ പരീക്ഷിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 11 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാലും അവിടെ നമുക്ക് കാണുവാൻ കഴിയും ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനെ ഉപായത്താൽ പിടിക്കുവാൻ തക്കവണ്ണമായി പല കാര്യങ്ങളും കൊണ്ടുവരികയും ഒരിക്കലും അവരിങ്ങനെ ചോദിക്കാനിടയായി, കൈസർക്ക്
കരം കൊടുക്കുന്നത് ഉചിതമോ എന്ന് ചോദിക്കാനിടയായി. वैसे हम यूहन्ना रसूल समाचार उसका 8 का 3 से लेकर 11 तक पढ़ेंगे तो वहाँ पे भी हम देखते हैं कि वहाँ पे फरीसी और शास्त्री लोग यीशु मसीह को परखता है करके. അതിന് പ്രത്യേക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു ഭാഗം പറഞ്ഞിരുന്നു അവസാനിപ്പിക്കുകയാണ്. സമയം മുമ്പോട്ട് പോയല്ലോ. അതിന് യേശുക്രിസ്തുവിനെ അവർ ഉപായത്താൽ പിടിപ്പാൻ നോക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കൈസർക്ക് കരം കൊടുക്കുന്നത് അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് യേശുക്രിസ്തുവിനെ പരീക്ഷിപ്പാനായിട്ട് അവർ നോക്കി. वो उनको यीशु मसीह को जांचने के लिए उन्होंने कि वो उस समय जो टैक्स देना या सही है करके उनसे पूछा. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. तो उसका कारण मैं आपको बता रहा हूँ. അന്ന് റോമൻ സാമ്രാജ്യത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരിയായിട്ട് റോമൻ രാജാക്കന്മാർ കൈസർമാരായിരുന്നു. उस समय जो रोमा की जो राज चलाने वाले जो है कैसर लोग थे. രാജാക്കന്മാർക്ക് പല പേരുകളുണ്ട്, എന്നാൽ അവരുടെ സ്ഥാനപ്പേരാണ് കൈസർ എന്ന് പറയുന്നത്. राजाओं का अलग अलग नाम है, लेकिन उनका जो कुर्सी का उस उनका क्या നമ്മളെ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, ഫറവോൻ എന്ന് കാണുന്നുണ്ട്. ഫറവോൻ എന്ന് പറയുന്നത് ഒരു പേരല്ല, ഫറവോൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. हम पुराने नियम में भी पढ़ते हैं कि फरो नाम उस फरो है, किसी राजा का नाम नहीं है, लेकिन वो पूरे उस ഫറവോൻ എന്നാണ് അവരെ അയക്കുന്നത്. പക്ഷേ ആ രാജാവിന് ഫറവോൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് വേറെ പേരാണ്. उस फरो का उस व्यक्ति का जो नाम है वो अलग होगा. എന്ന് പറഞ്ഞതുപോലെ തന്നെ കൈസർ എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേരാണ്, ഒരു കോമൺ നെയിമാണ്. वो कैसर नाम है, वो जो एक कॉमन नाम है. അപ്പം അവരെയാണ് അന്ന് ദൈവമായിട്ട് റോമൻ സാമ്രാജ്യത്തിൽ അവിടെ വരുന്ന കൈസർമാർ അല്ലെങ്കിൽ രാജാക്കന്മാരാണ് അവിടുത്തെ ദൈവമായിട്ട് അവരുടെ വിശ്വാസം. उस समय जो है ये उस राजा को वो वहाँ के परमेश्वर करके समझते थे. അപ്പം കൈസർക്ക് എതിരായിട്ട് എന്ത് പ്രവർത്തിച്ചാലും ആ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് അല്ലെങ്കിൽ രാജ്യഭ്രഷ്ടനാക്കി തീർക്കുന്നതിനുള്ള എല്ലാ അധികാരവും അതിനകത്തുണ്ട്. इसलिए उस राजा के विरुद्ध अगर कोई बात कहेगा तो उस परमेश्वर के विरुद्ध कुछ बोल दिया करके एक बात चलता है. യഹൂദന്മാരുടെ ഇടയ്ക്കും റോമൻ സാമ്രാജ്യത്തിൻ്റെ ഇടയ്ക്കും അവർ വലിയ ദോസ്തുകളായിരുന്നു, അവർ വലിയ സ്നേഹ സൗഹൃദത്തിലൊക്കെ ആയിരുന്നെങ്കിൽ തന്നെയും അവർക്കൊരു വലിയൊരു പ്രശ്നം അവരുടെ പുറകിലുണ്ടായിരുന്നു. यहूदी और रोमियों के बीच में भी बहुत सही रिश्ता चलता था, लेकिन फिर भी उनके बीच में कुछ लड़ाई भी होती है. യഹോവയായ ദൈവം അനേക വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരിൽ കൂടെ അവരുടെ ഉദ്ധാരണത്തെക്കുറിച്ചും ഒരു മശിയ അല്ലെങ്കിൽ ഒരു രാജാവ് അവർക്ക് ഉണ്ടാകുമെന്നുള്ളതിനെ കുറിച്ചുമൊക്കെയും വാഗ്ദത്തം ചെയ്തിരുന്നതുകൊണ്ട് बहुत पहले ही कि आपके उद्धार के लिए एक राजा एक मसीहा या जन्म लेगा करके उन्होंने अपना भविष्यवाणी दिया था. ലോക മനുഷ്യരുടെ അടിമത്വത്തിൽ നിന്നും അല്ലെങ്കിൽ റോമാനിയരുടെ അടിമത്വത്തിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ എല്ലാ പരീക്ഷന്മാരും എല്ലാ യഹൂദന്മാരും ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചിരുന്നു. इसलिए उनके उस बंदी गृह से छूटने के लिए वो लोग चाहते थे. റോമൻ സാമ്രാജ്യത്തിലുള്ളവർ അന്ന് യെരുശലേമിലുള്ളവർക്ക് അല്ലെങ്കിൽ പാലസ്തീനിലുള്ളവർക്ക് യഹൂദന്മാർക്ക് ഒരു സ്വാതന്ത്ര്യമൊക്കെ കൽപ്പിച്ചു കൊടുത്തിരുന്നു. അതൊക്കെയും വോട്ട് ബാങ്കിന്റെ ബാനറിലാണ്. लेकिन उस समय जो उनको जो आज़ादी मिला था वो सब उनको वोट या उनको वोट खरीदने के लिए. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ആ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഉണ്ടായിരുന്നവർ യഹൂദന്മാരായിരുന്നു. क्योंकि वहाँ पे वो जो मेजोरिटी जो ज़्यादा लोग जो है यहूदी लोग थे. അപ്പം യഹൂദന്മാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ഏതൊരു കൈസറിനും ഏതൊരു രാജാവിനും സ്ഥിരതയായിട്ട് ഭരണം നടത്താൻ കഴിയത്തുള്ളൂ. वहाँ पे आने वाले हर एक राजाओं का यहूदियों का उसका जो झुंड की जरूरत थे. അതുകൊണ്ട് പല ഇളവുകളും അവിടെ കടന്നു വരുന്ന രാജാക്കന്മാർ യഹൂദന്മാർക്ക് വേണ്ടി അവിടെ കൽപ്പിച്ചിരുന്നു. इसलिए यहूदी लोगों को वहाँ पे बहुत आज़ादी मिलते थे. അത് കൈസർമാരുടെ അവിടെ കടന്നു വരുന്ന രാജാക്കന്മാരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരുന്നു. वहाँ पे वो राजा लोगों का स्थिर बने रहने के लिए काम करते. എന്തെല്ലാം ഇളവ് കൽപ്പിച്ചിരുന്നെങ്കിലും യഹൂദന്മാരുടെ ഉള്ളിൽ അവർക്കൊരു സ്വാതന്ത്ര്യമില്ലായ്മ എപ്പോഴും ഉണ്ടായിരുന്നു. इतना सब कुछ मिलने के बाद भी वहाँ पे एक आज़ादी कम थे उन लोगों को. കാരണം അതേ വർഷങ്ങൾക്ക് മുമ്പ് അവരെ സ്വാതന്ത്ര്യമായി നയിക്കുന്ന ഒരു രാജാവിനെ കുറിച്ചും മെശിഹായെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ അവരെ തോറയിൽ നിന്നും അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നിന്നും പഠിച്ചിരുന്നു. क्योंकि वो बहुत पुराने नियम में बहुत पहले ही उन्होंने इस एक मसीहा आएगा करके अपने वचन किया था, परमेश्वर के वचन से उन्होंने सीखा था. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ ഒരു എന്താ പറയുക ശീത സമരം എന്നൊക്കെ പറയുന്ന ഒരു റിബൽ എപ്പോഴും റോമാന്യർക്കെതിരായിട്ടുണ്ട്. इसलिए वो रोमियों के विरुद्ध हमेशा लड़ते रहते थे. അതാണ് യേശുക്രിസ്തുവിനെ പിടിക്കാൻ അവർ പ്രയോജനപ്പെടുത്തിയത്. उसको
उसी का उपयोग किया है कि यीशु मसीह को पकड़ने के കാരണം യേശു ക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം ചെയ്യുന്നു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, വെള്ളത്തിൽ കൂടെ നടക്കുന്നു, അപ്പത്തെ വർദ്ധിപ്പിക്കുന്നു, വെള്ളത്തെ വീഞ്ഞാക്കുന്നു. क्योंकि यीशु मसीह बहुत सारा चिन्ह और चमत्कार करते थे कि मुर्दों को जिलाते थे, कि दूसरों को खाना खिलाते हैं, बहुत सारा अचंभित काम करते थे, इसलिए वो अचंभित हो गए थे सब। യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ പലപ്പോഴും അവർ രാജാവാക്കുവാൻ പിടിച്ചു എന്ന് പറഞ്ഞു. बहुत बार जो यहूदी लोग जो यीशु मसीह को राजा बनाना चाहते थे. അവരെ ആത്മീയപരമായി യേശുവിനെ മെശിഹ എന്ന് അംഗീകരിച്ചില്ലെങ്കിലും ഈ യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ അടയാളമൊക്കെ കണ്ടപ്പോൾ നമുക്ക് കൊള്ളാവുന്ന ഒരു രാജാവാണല്ലോ ഇദ്ദേഹം എന്ന് വിചാരിച്ച് അവരെ പലപ്പോഴും ക്രിസ്തുവിനെ രാജാവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. वो आत्मिक रीति से यीशु मसीह को स्वीकार नहीं किया, लेकिन वो उनके चिन्ह और चमत्कार को देखे हुए ये एक राजा के समान हमारे साथ रह सकता है करके सोच के उनको राजा बनाना चाहते हैं. ദൈവഹിതം അതാണെന്നും ദൈവഹിതം എന്താണെന്നും അവർക്ക് ആത്മീയപരമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ ഫിസിക്കലി ചിലരെങ്കിലും യേശു ക്രിസ്തുവിനെ രാജാവായി അംഗീകരിച്ചിരുന്നു. वो यीशु मसीह कौन है करके वो चित्र नहीं जानते थे, परमेश्वर की इच्छा क्या है वो भी नहीं जानते थे, फिर भी यीशु मसीह को राजा बनाना चाहते थे. പക്ഷേ അവരുടെ പ്രമാണങ്ങൾക്ക് പുറമ്പായുള്ള ചില കാര്യങ്ങളൊക്കെ ക്രിസ്തുവിൽ നിന്നും പ്രകടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഉപദേശങ്ങളിൽ കൂടെയും പ്രവർത്തികളിൽ കൂടെയും വെളിപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, लेकिन उस नियम के विरुद्ध जब यीशु मसीह कुछ करने लगा तो അവർ യേശുവിനെ റിബലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. यीशु मसीह के विरुद्ध वो कार्य करने അവർ ചിന്തിച്ചപ്പോഴത്തേക്കും ഇവരെ യേശുവിനെ മറ്റുള്ള രീതികളിൽ ഒന്നും പിടിക്കാനൊക്കത്തില്ല, ഇനിയിപ്പം രാജ്യദ്രോഹ കുറ്റം ചുമത്തി മാത്രമേ കർത്താവിനെ പിടിക്കാനൊക്കത്തുള്ളൂ. उन्होंने देखा तो यीशु मसीह को कोई भी बात में पकड़ नहीं पाया, तो वो देश के द्रोही करके उनको समझते हुए उनको पकड़. അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് അവർ വന്നത്, കൈസർക്ക് ടാക്സ് കൊടുക്കുന്നത്, കരം കൊടുക്കുന്നത് ഉചിതമോ എന്ന് കർത്താവിനോട് ചോദിച്ചു. इसलिए यीशु मसीह से उन्होंने पूछा है कि कैसर को ये टैक्स देना जरूरी है क्या. കർത്താവ് അവരുടെ ആ കുടുക്ക് അല്ലെങ്കിൽ അവരുടെ ആ കപട മനസ്സിലാക്കി. परमेश्वर ने उनका जो उस गलत सोच को समझ लिया. എന്നിട്ട് അദ്ദേഹം യേശുക്രിസ്തു ഉപയോഗിച്ച ഏറ്റവും വലിയ ഒരു കൃപാവരമാണ് ഈ പരിജ്ഞാനത്തിന്റെ വചനം. वहाँ पे यीशु मसीह ने उपयोग किया हुआ ये ज्ञान की. അദ്ദേഹം പറഞ്ഞു, ഒരു വെള്ളിക്കാശ് കൊണ്ടുവരും, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പൈസ എന്നെ കാണിക്കാൻ പറഞ്ഞു. उन्होंने बोला कि आपके पास जो पैसा है मुझे दिखाओ. അവരൊരു വെള്ളിക്കാശ് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഒരു പൈസ അവരെ കാണിച്ചു, അദ്ദേഹത്തെ കാണിച്ചു. उन्होंने एक चांदी का सिक्का यीशु मसीह को യേശുവിനെ എല്ലാം അറിയാം, എന്നിട്ടും അവരോട് യേശു ചോദിച്ചു, ഇതിൽ കാണുന്ന സ്വരൂപവും മേലെടുത്തും ആരുടേതാണ്? वो यीशु मसीह सब कुछ जानते थे, फिर भी उन्होंने उनसे पूछा इसके ऊपर ये जो लिखा हुआ नाम और ये जो लिखा ये लगा हुआ ये फोटो ये किसका है? അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഇപ്പോഴത്തെ രാജാവായിരിക്കുന്ന കൈസറുടേത്. उन्होंने बोला कि अभी का राज है कैसर का है. അപ്പം ദൈവരാജ്യത്തുമായിട്ട് മിങ്കിൾ ചെയ്തു പോകുന്ന യേശു ക്രിസ്തു കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രാജ്യദ്രോഹ കുറ്റം ചുമത്തി യേശുവിനെ കൊല്ലുവാൻ വിധിക്കുവാൻ അത് കാരണമാക്കി എടുക്കാൻ അവർ കഴിയുമായിരുന്നു. अगर वो अनंत राज्य की परमेश्वर के राज्य की इच्छा रखने वाले अगर यीशु मसीह अगर उनको ये बोले कि नहीं देना ये गलत है करके, तो उनको यीशु मसीह को पकड़ लिया. ഏത് സമയത്ത് ഏത് വാക്ക് സംസാരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഈ പരിജ്ഞാനത്തിൻ്റെ കൃപാവരം കർത്താവ് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്തൊരു സാഹചര്യമാണത്. जो कौन सी जगह पे कैसे बात करना है करके उस बोलने की उस बुद्धि का ज्ञान जो है परमेश्वर ने सही ढंग से प्रकट किया हुआ जगह है ये. ഹല്ലേലൂയ. हालेलुया. കർത്താവ് പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുത്തേ, यीशु ने कहा है कि कैसर का जो है कैसर को दो, ദൈവത്തിനുള്ളത് നിങ്ങൾ ദൈവത്തിനും കൊടുക്കും. परमेश्वर का जो है परमेश्वर को दो. അവരുടെ ബുദ്ധിയിൽ ശരിക്കും ആണി അടിച്ച് കയറ്റിയതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കർത്താവ് കൊടുത്തത്. उनके बुद्धि के ऊपर जैसे कील ठोका हो वैसा एक वचन परमेश्वर ने കാരണം बताया. ദൈവത്തിന് കൊടുക്കേണ്ടത് ഒന്നും അവർ ദൈവത്തിന് കൊടുത്തിട്ടില്ലായിരുന്നു. क्योंकि परमेश्वर को जो देना था उन लोगों ने कोई भी परमेश्वर को नहीं दिया. അത് അവരുടെ ഹൃദയത്തിൽ ആഴമായി അവരെ വ്രണപ്പെടുത്തുവാനിടയായി. वो उनके दिल में गहराई में चोट सा लगा. അതിനുശേഷം നമ്മൾ കാണുന്നത് അതിനുശേഷം കർത്താവിനോട് അധികം കൂടുതലൊന്നും അവർ സംസാരിച്ചിട്ടില്ല. उसके बाद यीशु मसीह से वो लोग ज़्यादा बात नहीं किया. അപ്പം നമ്മുടെ ജീവിതത്തിലും ദൈവം ഈ കൃപാവരങ്ങളൊക്കെയും തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, परमेश्वर ने हमारे जीवन में भी ये वरदान क्यों देते നമ്മുടെ ഈ ആത്മീയ മണ്ഡലത്തിൽ നമ്മളെ വഞ്ചിച്ച് നമ്മുടെ ആത്മീയതയെ നഷ്ടപ്പെടുത്തി അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി കളയുവാൻ 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി പരിജ്ഞാനത്തോടുകൂടെ മുന്നേറുവാനാണ് ദൈവം നമുക്ക് ഈ കൃപാവരങ്ങളെല്ലാം നൽകി തന്നത്. परमेश्वर ने सारे वरदान हमें इसलिए दिया है कि शैतान को चाल को समझते हुए उनके धोखे में ना पड़ते हुए आगे बढ़ने के लिए अपने जीवन में
भविष्य में आगे बढ़ने के लिए परमेश्वर ने वरदान ഈ दिया। രാത്രികാലം ഞാൻ ഈ പോയിന്റോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. मैं आज रात के समय ये इसके साथ मैं यहाँ खत्म कर रहा हूँ। ഇനിയും ചില പോയിന്റുകളുണ്ട്. നമ്മൾ അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ നമ്മൾ തുറന്ന് പഠിക്കുന്നതായിരിക്കും, ചിന്തിക്കുന്നതായിരിക്കും. आगे भी कुछ बातें हैं, वो हम अगर परमेश्वर की इच्छा है तो अगले क्लास में पढ़ेंगे। എന്നാൽ ഞാൻ 2-3 ഉദാഹരണം മാത്രം പറഞ്ഞില്ല, അതൊന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 2-3 मैंने दृष्टांत आपको बताया, वो एक बार और बता के ഒന്ന്, കർത്താവിനെ ഡയറക്റ്റ് ആയിട്ട് ഏദൻ തോട്ടത്തിൽ ഔവായെ പരീക്ഷിച്ചതുപോലെ തന്നെ അല്ലെ മരുഭൂമിയിൽ ഏകാന്തതയിൽ കർത്താവിനെ പരീക്ഷിപ്പാൻ പിശാച് വന്നു. जैसे यदन वाटिका में हव्वा को जैसे परखा था शैतान ने, वैसे ही यीशु मसीह को भी उस रेगिस्तान में പരിശുദ്ധാത്മാവിനാൽ അപ്പോൾ നൽകപ്പെട്ട ദൈവീക പരിജ്ഞാനത്തിന്റെ കൃപാവരം ഉപയോഗിച്ച് യേശു ക്രിസ്തു പിശാചിനെ ജയിച്ചു. पवित्र आत्मा के द्वारा दिया हुआ उस परमेश्वर के वचन के आधार पर या उस बुद्धि और समझ के वरदान के आधार पर उन्होंने उस शैतान से जीता. അവിടെ ജയിച്ചു എന്ന് മനസ്സിലാക്കിയ പിശാച് പിന്നെ അകത്ത് കയറിയത് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഹൃദയത്തിനകത്താണ്. वहाँ पे जीता हुआ उस यीशु मसीह को हराने के लिए शैतान ने फिर कार्य किया उस परीक्षी और शास्त्रियों के दिल में അത് ഡയറക്റ്റ് പരീക്ഷയായിരുന്നെങ്കിൽ ഇത് ഇൻഡയറക്റ്റ് പരീക്ഷയായിരുന്നു. वो सीधा मतलब सीधा था, तो ये कुछ और तरीके से था. ഇൻഡയറക്റ്റ് പരീക്ഷകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിശാച് ചെയ്തുകൊണ്ട്. പിശാച് ഡയറക്റ്റായിട്ട് വന്ന് നമ്മളെ പരീക്ഷിച്ചാൽ നമ്മൾ പിശാചാണെന്ന് മനസ്സിലാക്കുക, ആരും അവൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കത്തില്ലെന്ന് പിശാചിന് നല്ലതുപോലെ അറിയാം. शैतान जानते हैं अगर ये एकदम सामना करके हमसे लड़ने आए तो नहीं होगा करके. അതുകൊണ്ട് പിശാച് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഈ അന്ത്യനാടുകൾ ഏറ്റവും ശക്തമായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. इसलिए वो और कोई रास्ता ढूंढ के हमारे पास हमें हराने के लिए कोशिश करते हैं. ഇത് മനസ്സിലാകാതിരിക്കുന്ന ദൈവമക്കളെന്ന് പറയുന്നവരെല്ലാവരും കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ये नहीं समझने वाले परमेश्वर के लोग सारे जो है धोखा में पड़ेंगे. അല്ല, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പഴയ നിയമകാലങ്ങളിൽ ദൈവത്തിൻ്റെ സഭ ദൈവീയ കൃപാവരങ്ങളാൽ നിറഞ്ഞ് ജ്വലിച്ചതുപോലെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ യഥാർത്ഥമായിരിക്കുന്ന ഉണർവ് പൊട്ടിപ്പുറപ്പെടത്തുള്ളൂ. जैसे पहले पुराने नियम में जैसे हम देखते हैं कि वहाँ के संत लोग परमेश्वर की पवित्र आत्मा में भर के उनके वरदान से आगे बढ़ा है, वैसे आजकल के लोग भी परमेश्वर के उस वरदान से भरते हुए पवित्र आत्मा की अगुवाई में चलेगा, तभी ये काम होगा. അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു കൂട്ടം ജനമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. उसके लिए तैयार होने वाले एक झुंड है करके मैं विश्वास करता हूँ. പലരും പല കാര്യങ്ങളും ദൈവരാജ്യത്തിന് വേണ്ടിയും ഉണർവിന് വേണ്ടിയും ഒക്കെയും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ അതിനുവേണ്ടി കാത്തിരിക്കുകയും അതിനുവേണ്ടി പ്രിപ്പയർ ആയിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കൂട്ടം തീർച്ചയായിട്ടും ഈ ഭൂമിയിലുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. परमेश्वर की इच्छा के अनुसार कार्य करने वाले एक झुंड इस पृथ्वी में है करके मैं विश्वास करता हूँ. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നാമും നിങ്ങളും ഞാനും നമ്മളെല്ലാവരും ആയിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ऐसा एक झुंड के अंदर होने के लिए परमेश्वर मुझे और आपको സഹായത കരേ. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. अपनी आंखों को बंद करेंगे. സ്വർഗ്ഗീയ പിതാവേ, നല്ല കർത്താവേ, ഈ സന്ധ്യയുടെ യാമത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. स्वर्गीय पिता, इस सुंदर शाम के समय के लिए एक बार और हम आपको दिल से धन्यवाद. അവിടുത്തെ കരങ്ങളിലേക്ക് അടിയങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്ന രാത്രിക്കാലം ഞങ്ങൾ സംസാരിച്ച ആത്മീയ ദൂതുകൾക്കായി താവേ രഹസ്യങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. परमेश्वर आपके हाथ में एक बार और समर्पण करते हैं प्रभु. आज रात के समय हमसे बात किया वो उस भजन के लिए हम आपको धन्यवाद. കർത്താവേ, ഞങ്ങൾ പഠിച്ചത് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയട്ടെ. परमेश्वर ने सीखा हुआ वो वचन जो है हमारे दिल में स्थिर बने रहे. വെറുതെ കേൾക്കുന്നവരായിട്ടല്ല, അത് പ്രായോഗികപരമായി തീർക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു അഭിഷേകം അടിയങ്ങളുടെ മേലും ഇത് കേൾക്കുന്നവരുടെ മേലും ദൈവം അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर खाली सुनने वाला ना बनने पाए, उसके अनुसार जीवन बिताने वाला भी बनने के लिए हमें सुनने वालों को और हमें भी मदद करिए. ആ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിത്തുകൾ കർത്താവേ ബേൽസെബൂൽ എടുത്തു കളയാതെ വണ്ണം യേശുവിൻ്റെ അധികാരമുള്ള നാമം കൊണ്ട് ഞാൻ അതിനെ മുദ്രവയ്ക്കുകയാണ്. परमेश्वर ये बोया हुआ बीज जो है उस शैतान की आत्मा ना लेके जाने के लिए हम प्रार्थना करते हैं और यीशु मसीह के लहू से उसका मुद्रण करते हैं. മുൻമഴയും പിന്മഴയും അയച്ച് ബില്യൺ ടൈംസ് മടങ്ങ് അത് ഫലമുള്ളതാക്കി തീർക്കുവാൻ ദൈവമായ സഹായിക്കും. परमेश्वर अगला बारिश और पिछला बारिश दोनों दे के उसको आशीष करके 100 गुना फल देने के लिए हम और बहुत ऐसे फल देने के लिए हम प्रार्थना करते കർത്താവ് हैं. അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. आप ऐसे करेंगे करके हम पूरी तरह विश्वास അവിടെ करते ഞങ്ങളുടെ हैं. പ്രാർത്ഥന കടന്നാൽ സ്തോത്രം ചെയ്യും. आप आपने हमारे प्रार्थनाओं को सुन लिया, इसलिए धन्यवाद. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി ഉത്തരവല്ലമേ നല്ല പിതാവേ. यीशु मसीह के धन्य नाम से हमने प्रार्थना किया, सुनो और कबूल करो हमारे स्वर्गीय पिता. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി രാത്രികാലം അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबको इस रात के समय आशीष करने पाए. നമ്മളെ ദൈവഹിതം വന്ന വരികിൽ വീണ്ടും ഇതിൻ്റെ ക്ലാസ് അടുത്ത ബുധനാഴ്ച നമ്മൾ തുടരുന്നതായിരിക്കും. अगर परमेश्वर की इच्छा है तो अगले बुधवार को इसको हम आगे बढ़ाएंगे. ഞായറാഴ്ച ഞങ്ങളുടെ ആരാധനയുണ്ട്. इतवार को हमारी आराधना चलती നിങ്ങൾക്ക് है. ഇതിൻ്റെ ലിങ്കുകളെല്ലാം തുറന്ന് ഞങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റുകളിൽ കൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. इसका लिंक वगैरह जो है आपको मिलता रहेगा.
സോ അതിലേക്ക് കടന്നു വരിക, വചനങ്ങൾ ശ്രദ്ധിക്കുക, ഞങ്ങളോടുകൂടെ ചേർന്ന് ആരാധിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. अब उसमें से आशीष पाइए और आराधना करिए हमारे साथ मिलके, और परमेश्वर आपको आशीष करे.